ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലോകേഷ്. യഥാർത്ഥ പേരല്ല. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിച്ചത്. 18 വയസ്സ് ആയ സമയത്ത് തന്നെ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. അവരുടെ കുടുംബത്തിന് സിസ്റ്റം അതാണ്. 18 വയസ്സ് തികയുമ്പോൾ തന്നെ, അതിനു മുമ്പ് തന്നെ കല്യാണം നിശ്ചയിക്കും. 18 ആകുമ്പോൾ വിവാഹം നടത്തും. അമ്മയ്ക്ക് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെന്ന് അമ്മ എപ്പോഴും പറയും. അമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് അമ്മ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ ആ വിവാഹബന്ധം 22 വയസ്സ് വരെ നീണ്ടു നിന്നുള്ളൂ. അപ്പോഴേക്കും അയാൾ മറ്റൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അമ്മയെ ഉപേക്ഷിച്ച് വേറെങ്ങോ പോയി ചേക്കേറുകയായിരുന്നു. അതോടുകൂടി അമ്മയും അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ അവിടെയാണ് വളർന്നത്. ഇതേപോലെ തന്നെയാണ് അമ്മയുടെ നേരെയുള്ള അനിയത്തിക്കും നടന്നത്. 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവരെയും കല്യാണം കഴിച്ചയച്ചു. പക്ഷേ അവർ അമ്മയെപ്പോലെ ആയിരുന്നില്ല. ഭയങ്കര ഫൈറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അവർക്ക് ഭർത്താവിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ തിരിച്ചു വരികയായിരുന്നു അവരുടെ 24ാമത്തെ വയസ്സിൽ. അങ്ങനെ എനിക്ക് നല്ലപോലെ ഓർമ്മ വെക്കുമ്പോൾ അവിടെ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും പിന്നെ 2 പെണ്ണുങ്ങളുമാണുള്ളത്. ഒന്ന് എൻ്റെ അമ്മയും പിന്നെ കുഞ്ഞമ്മയും. അമ്മയും കുഞ്ഞമ്മയും ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നത് തറവാടിന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ അവിടെ എന്നും വഴക്കും വക്കാണവുമാണ്. കാര്യം മറ്റുള്ളവർ വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും പ്രശ്നങ്ങൾ ഇളകും. പിന്നെ 2 പെണ്ണുങ്ങളും മാതാപിതാക്കളുമായിട്ട് വഴക്കാകും. അങ്ങനെ എപ്പോഴും വലിയ പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനും വളർന്നത്. എന്നാലും എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമായിരുന്നു. സാമ്പത്തികമായും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനിടയ്ക്ക് ഞാൻ വളർന്നു വന്നെന്ന് പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മുട്ടം വഴക്കുണ്ടായി. അങ്ങനെ കുഞ്ഞമ്മ ഇറങ്ങിയങ്ങ് പോയി. പിന്നീട് കുഞ്ഞമ്മ ആരുടെ കൂടെയോ താമസമാക്കിയെന്ന് പറയുന്നത് കിട്ടു. പിന്നീട് വീട്ടിലേക്ക് വന്നതേയില്ല. അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരവസരവും കിട്ടിയില്ല. പിന്നീട് അവർ 2 പേരും കൂടി എൻ്റെ അമ്മയോടായിരുന്നു വഴക്ക്. എൻ്റെ അമ്മയ്ക്ക് വേറെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഞാനുണ്ടല്ലോ, അത് മതിയെന്നാണ് അമ്മയുടെ ഒരു രീതി. അങ്ങനെ ഞാൻ +1 പഠിക്കുമ്പോഴേക്കും എൻ്റെ അമ്മയുടെ അമ്മയും, പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡിഗ്രിക്ക് 3rd ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ അച്ഛനെ മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്, സത്യം പറയാം, എല്ലാവരും സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോകുമ്പോൾ ദുഃഖമാണ്. പക്ഷേ ഇവർ 2 പേരും ഇവിടെ വിട്ടു പോയപ്പോഴാണ് മോനെ ഞാൻ യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അല്ലാതെ എനിക്കൊരിക്കൽ പോലും സ്വസ്ഥത കിട്ടിയിരുന്നില്ല. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നമ്മ പറയുമായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മ ഭയങ്കര ഉല്ലാസവതിയാണ്. പണ്ടൊക്കെ എന്നെ വഴക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ വഴക്കൊന്നും പറയില്ല. അമ്മ പഴയ കഥകളൊക്കെ പറയും. ഞാനിപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മ എന്തുകൊണ്ടാണ് 2ാമത് കല്യാണം കഴിക്കാതിരുന്നത്? ജീവിതത്തിൽ ഒരു രസവും അമ്മ അനുഭവിച്ചിട്ടില്ലല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ശരിയാണ്, ആ പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു 2ാം അച്ഛൻ്റെ കീഴിൽ നീ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നെ ഉപേക്ഷിച്ച് പോകാനും എനിക്ക് തോന്നിയില്ല. അത് വേണ്ടെന്ന് ഞാനങ്ങ് വെച്ചു. അല്ലമ്മേ, ഇപ്പം 2ാം അച്ഛൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞാലും ഈ വീട്ടിലാണെങ്കിലും എപ്പോഴും വഴക്കല്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, നിനക്ക് മനസ്സിലാകില്ല. ഏതെങ്കിലും ഒരുത്തൻ നിന്നെ തെറി വിളിക്കുന്നതും എൻ്റെ അച്ഛനും അമ്മയും, അതായത് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തെറി വിളിക്കുന്നതും 2ഉം വ്യത്യാസമാണല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവരെന്നോട് വഴക്കുണ്ടാക്കിയത് നിന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ലല്ലോ. നിന്നെ ഇഷ്ടമാണല്ലോ, അത് എൻ്റെ വിധി. നിനക്ക് സുഖമായിരുന്നു ഒരു കണക്കിന്. ഞാൻ പറഞ്ഞു, എന്ത് സുഖം, എന്നും വഴക്കല്ലേ. കുഞ്ഞമ്മ പോയല്ലോ, അതോർത്ത് എനിക്ക് ദുഃഖമുണ്ടെന്ന്. എടാ, അവളേതോ നല്ലൊരുത്തിനെ കണ്ടുപിടിച്ച് പോയി. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അവൾ പമ്മിയിരുന്ന് ആ പ്രായത്തിലും ഏതോ ഒരുത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയില്ലേ. അവൾക്ക് ബാധകളൊന്നുമില്ല, കുട്ടികളുമില്ല. അപ്പം പിന്നെ അവൾക്ക് പോകാമല്ലോ. അതുപോലല്ലോ ഞാൻ. അവൾ പോയി സുഖമായിട്ട് ജീവിക്കട്ടെ മോനെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2ാം കല്യാണം ഞാൻ കഴിച്ചേക്കും. പക്ഷേ നിനക്ക് ജോലിയായി, നീ ഒരു പെണ്ണെ കല്യാണം കഴിച്ച് അത് കഴിഞ്ഞ ശേഷം ഞാൻ കല്യാണം കഴിക്കും. അതെന്തിനാമേ അത്രയും കാത്തിരിക്കുന്നത്? അപ്പോഴേക്കും അമ്മയ്ക്ക് ഒത്തിരി പ്രായമാകില്ലേ? അപ്പം അമ്മ പറഞ്ഞു, പ്രായമായാലും കുഴപ്പമില്ല, പ്രായമായ ഒരു ചെക്കനെ മതി എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഓക്കെ, ജീവിതത്തിൻ്റെ അവസാനം ഒരു കൂട്ട്, അത്രയും പോരേടാ. ആ സമയത്ത് ഞാൻ കല്യാണം കഴിക്കുന്നതിൽ നിനക്ക് വലിയ എതിർപ്പുണ്ടോ? ഒന്ന് പോവാമേ, അമ്മയ്ക്ക് ഇപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാമല്ലോ. ഇപ്പം വേണ്ടടാ, കല്യാണം കഴിക്കാൻ മുട്ടുമ്പോൾ ഞാൻ പറയാതെ പറയും. അമ്മ ഇതൊക്കെ തമാശയായിട്ടാണ് പറയുന്നത്. എന്തായാലും മാഡം, എൻ്റെ 24ാമത്തെ വയസ്സിലുണ്ട് ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞമ്മ വീട്ടിൽ വന്ന് നിൽക്കുന്നു. കുഞ്ഞമ്മ ഒളിച്ചോടി പോയത് ഒരു സർക്കാർ ജോലിയുള്ള ആളുടെ കൂടെയായിരുന്നു. ഡിഫൻസിലെ മറ്റു വർക്ക് ചെയ്യുകയാണ് പുള്ളിക്കാരൻ്റെയും
രണ്ടാം കല്യാണമായിരുന്നു. അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുഞ്ഞമ്മ അയാളെ വളച്ച് ഓടിപ്പോയത്. എന്തായാലും ഔദ്യോഗികമായിട്ട് അയാളുടെ ഭാര്യയായിരുന്നു കുഞ്ഞമ്മ. പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അയാൾ മരിച്ചു പോയത്രേ പെട്ടെന്ന്. കുഞ്ഞമ്മയ്ക്ക് സ്വത്തുമുണ്ട്, അയാളുടെ പെൻഷനും ബാധ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മയുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെ വിചിത്രം തന്നെയെന്ന് തോന്നി. പക്ഷേ എൻ്റെ കുഞ്ഞമ്മയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമുള്ളൊരു സ്ത്രീയെ പോലെ ഇരിക്കുകയാണ്. അത്രയ്ക്കും ചെറുപ്പമാണ്. അവർ വളരെ മോഡേണായിട്ടാണ് ജീവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഭർത്താവ് ബാംഗ്ലൂർക്കാരനാണെന്നും അവർ പണ്ട് ഓർക്കുട്ടൊക്കെ തുടങ്ങിയ സമയം തൊട്ടേ ഇങ്ങനെ ടച്ചിലുള്ളവരായിരുന്നെന്നും അങ്ങനെയാണ് പ്രേമിച്ചെന്നൊക്കെയാണ് കുഞ്ഞുമ്മ പറയുന്നത്. അമ്മയ്ക്ക് പക്ഷേ അതിന് നാൾ വഴികളൊന്നും അറിയില്ല. എന്തായാലും തിരിച്ചു വന്ന അനിയത്തിയെ പൊന്നുപോലെ അമ്മ സ്വീകരിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുഞ്ഞമ്മയുടെ കുറേ സ്വത്തുക്കൾ ഈ വീടിനോട് ചേർന്ന് തന്നെയുണ്ട്. വീതമെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും മരിച്ചു പോയത്. അപ്പോൾ കുഞ്ഞും പറഞ്ഞു, എങ്കിൽ പിന്നെ ചേച്ചി അവിടെ നിൽക്കാൻ പറ്റില്ല. അവരുടെ ബന്ധുക്കളൊക്കെ ഇത്തിരി വലിയ പിടിപാടുള്ള ആൾക്കാരാണ്. അവർ ഉപദ്രവമാണ്, ഒരു കുട്ടി പോലും ഇല്ലല്ലോ. അതുകൊണ്ട് ഉള്ളതും കൊണ്ട് ഞാനിങ്ങി പോകുന്നു. പിന്നെ ഇവിടെ വീട് വെച്ച് എൻ്റെ വീട്ടിൽ താമസിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, വീടൊക്കെ വെക്കുന്നത് അവിടെ ഇരിക്കട്ടെടി, പിന്നെ കാണാൻ വയ്ക്കാം. ഇത് ഇത്രയും വലിയ വീടാ, നമുക്കിവിടെ അങ്ങ് ജീവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മ ഇതുവരെയും വീടും വെച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസം. എന്തായാലും കുഞ്ഞമ്മ വന്നു കഴിഞ്ഞ പിന്നെ അമ്മയുടെ സ്വഭാവം അങ്ങ് ആകെ മാറി. പുറത്തൊന്നും പോകാതെ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കില്ലായിരുന്നു. കുഞ്ഞമ്മയ്ക്ക് വീട്ടിലിരിക്കപ്പുറത്തില്ല. ഇഷ്ടംപോലെ കാശ് അയാളുടേത് കയ്യിലുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. കുഞ്ഞമ്മ വന്നതിൽ പിന്നെ കുഞ്ഞമ്മയുടെ വസ്തുവകകളിൽ നിന്നുള്ള വരുമാനമൊക്കെ കുഞ്ഞമ്മയാണ് എടുക്കുന്നത്. അതൊക്കെ ആളുകളെ നിർത്തി പരിപാലിക്കുന്ന കുഞ്ഞമ്മ തന്നെ വലിയ മിടുക്കിയാണ്. പിന്നെ ഈ വീട്ടിൽ പണ്ടൊരു കാറുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ ഉള്ളപ്പോൾ. പക്ഷേ അതെല്ലാം അവിടെ വെറുതെ കിടക്കുകയായിരുന്നു. പിന്നീട് അത് വിറ്റു. പക്ഷേ കുഞ്ഞമ്മ വന്നതിൽ പിന്നെ വലിയൊരു വണ്ടി ഞങ്ങളെടുത്തു, അതും SUV. എന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു. ഞങ്ങൾ 3 പേരും കൂടെ പലയിടത്തും പോകും. കുഞ്ഞമ്മയെ ആ വണ്ടി ഉപയോഗിക്കും. അങ്ങനെ അവർ 2 പേരും കൂടി കറങ്ങി നടക്കും, ഷോപ്പിങ്ങിന് മറ്റും പോകും. എൻ്റെ അമ്മയെ ബ്യൂട്ടി പാർലറൊക്കെ കൊണ്ടുപോയത് കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മ വന്ന് 4 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മ ആകെ അങ്ങ് മാറി. കാരണം ചെറുപ്പക്കാരിയാണ്. എൻ്റെ അമ്മയാണെന്ന് പറയില്ല, എൻ്റെ ചേച്ചിയാണെന്നോ സഹോദരിയാണെന്നോ ഒക്കെ പറയും. അത്രയേ ഉള്ളൂ. 2 പേരും ഒരേപോലെയാണ്. ഇവർ 2 പേരും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരട്ടകളാണോ എന്ന് പോലും സംശയമാകും. അങ്ങനെയാണ് നടപ്പ്. അത്രയും നാളും ആ നാട്ടിൽ ആരും എൻ്റെ അമ്മയെ ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷേ കുഞ്ഞുമ്മ വന്നതിൽ പിന്നെ എല്ലാവരും അങ്ങ് പരിചയക്കാരാണ്. കടക്കാർ, പണിക്ക് വരുന്നവരെ എല്ലാവരുടെ കുഞ്ഞമ്മ ഭയങ്കര ക്ലോസാണ്. അവരുടെ എല്ലാം നമ്പരും അറിയാം. എന്താവശ്യത്തിനും ആളുകൾ ഓടി വരാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് ആദ്യമൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കുഞ്ഞമ്മയുടെ സ്വഭാവം. പക്ഷേ പിന്നീട് എല്ലാവരുമായി സംസാരിച്ച് അമ്മയും മോഡേണായി. ഞാൻ ഒരു ദിവസം കുഞ്ഞമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമേ അമ്മ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന്. ആ സമയത്താണ് എനിക്ക് ജോലിയും കിട്ടിയത്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു, എന്തായാലും നിൻ്റെ ജോലി കഴിഞ്ഞിട്ട് നീ കല്യാണം കഴിച്ചിട്ടും അല്ലേ ചേച്ചി കല്യാണം കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം, ചേച്ചി ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരു കാര്യം അമ്മയോട് മോനോട് ഞാൻ പറയുകയാണ്, ചേച്ചി കല്യാണം കഴിച്ചിട്ട് ഇനി ഒന്നും സാധിക്കാനില്ല. എടി, ഒന്നും സാധിക്കാൻ വേണ്ടല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്. ഒരു കൂട്ട്, അതിനെന്താ ചേച്ചി, നമ്മൾ 3 പേരോടുണ്ട്. ഇനി ഒരു പെൺകുട്ടിയോട് വരും എൻ്റെ ഭാര്യയായിട്ട്. നമ്മൾ 4 പേരും പോരെ, എന്തിനാ കൂട്ട്? പിന്നെ വേറെ വല്ല ആശകളുമാണെങ്കിൽ ചേച്ചി എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. നമ്മുടെ കൂടെ തന്നെ നല്ല സിനിമ നടന്മാരെ പോലിരിക്കുന്ന ചുള്ളന്മാർ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അതെന്താടി, നീ പ്രത്യേകിച്ച് വല്ല പാർട്ടിയുടെ നടത്തുന്നുണ്ടോ ഗ്രൂപ്പ്? അതല്ലെന്നേ, നമുക്കിങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ്, അതിലൊക്കെ എത്ര സുന്ദരന്മാരാണ് കാത്തിരിക്കുന്നത്. പിന്നെ ചേച്ചിയൊക്കെ ആൻറ്റിയല്ലേ, നീ ആൻറ്റിയല്ലേടി? ആ അതന്നെ, നമ്മൾ ആൻറ്റിമാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്നേ. ചെറുപ്പക്കാർ അലച്ച് വിളിച്ച് പുറകെ നടക്കും. നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്? നീ അങ്ങനെയാണ് നടക്കുന്നത്. നിൻ്റെ ഭർത്താവ് മരിച്ച പിന്നെ നീ കെട്ടിയെടുത്ത് വന്നത് എന്നെ ഇങ്ങനെയുള്ള ട്രാപ്പിലൊക്കെ അകപ്പെടുത്താനാണോ? ചെക്കൻ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലെന്ന്. അപ്പോഴേക്കും കുഞ്ഞമ്മ എൻ്റെ കാൽമുട്ടിന് മേലെ കളം വരച്ചോണ്ട് പറഞ്ഞു, പിന്നെ ചെക്കൻ എല്ലാം അറിയാം, ഒന്ന് നോക്കിക്കേ. ചെക്കന് അവൻ്റെ അച്ഛൻ്റെ അതേ ഷേപ്പല്ലേ ചേച്ചി, അതേ സൗന്ദര്യം. നോക്കിക്കേ, ജിമ്മിൽ പോകാതെ തന്നെ അവൻ്റെ ബോഡിക്ക് എന്തൊരു ഷേപ്പാ. ചേട്ടനും അങ്ങനെയായിരുന്നു. ആരാടി ചേട്ടനും? എന്നെ നടുക്കടലാക്കി പോയ ആളോ? എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഇവൻ്റെ അച്ഛനല്ലേ. ഇപ്പോഴും പുള്ളി സുന്ദരൻ തന്നെയാ. അതിന് നീ ഒഴിച്ച് കണ്ടു. പുള്ളി ഇപ്പോൾ ബാംഗ്ലൂരിലല്ലേ. ഈ ജീവിതകാലത്തിനിടയ്ക്ക് പുള്ളിയെ ഞാൻ 2 വട്ടം കണ്ടു. പുള്ളി അന്ന് പോയ പെണ്ണുപിള്ളിയെ ഉപേക്ഷിച്ചു. പിന്നെ വേറൊരുത്തിലൂടെ താമസം. ഇപ്പോഴും നല്ല ചുള്ളനാണ്. ജിമ്മിലൊക്കെ പോയി നല്ല സർദാർജി ഇപ്പോൾ നടക്കുകയാണ്. ആ, നീ കണ്ടോ? ആ കണ്ടു. ഇപ്പോഴും പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി ഇട്ട് പോയെന്ന്.
എന്ന്. അപ്പോൾ അങ്ങനെ പറയുക, ചേച്ചിക്ക് ഒരു മണവും ഗുണവുമില്ല. സ്ത്രീകളാകുമ്പോൾ ഭർത്താക്കന്മാരോട് നല്ല രീതിയിൽ പെരുമാറണം. ചേച്ചിക്ക് ഒന്നിനും താല്പര്യമില്ലായിരുന്നു. കുറേ നാളൊക്കെ അയാൾ ശ്രമിച്ചു നോക്കി. പക്ഷേ മടുത്തു കഴിഞ്ഞപ്പോൾ നല്ല പെണ്ണുങ്ങളെ തേടിപ്പോയതാണെന്ന്. അത് കേട്ട് അമ്മ പൊട്ടിത്തെറിച്ചു. എടീ, എന്തൊരു തോന്നിയാസാടി എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് നീ പറഞ്ഞതും. അയാളുടെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി നിൽക്കണോ? എനിക്ക് എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ്. അങ്ങനെ എന്നോട് എന്തൊക്കെയാണ് ചെയ്തതും കാണിച്ചെന്നും എൻ്റെ മോൻ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും. കാര്യം ഒരുത്തിനും എടുത്തപ്പോൾ നീ തിരിച്ചു വന്നു. പിന്നീട് നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിയാതെ നീ ഒരുത്തിൻ്റെ കൂടെ ചാടിപ്പോയി. പിന്നീട് നീ പറയുന്നു അങ്ങനെ ചത്തെന്നോ വാഴിച്ചെന്നൊക്കെ. അവിടെ നീ എത്ര നാൾ ഒറ്റയ്ക്ക് കഴിഞ്ഞു? എത്ര പുരുഷന്മാരെ നീ കണ്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം? വിളിക്കുമ്പോൾ വരുന്ന ഗ്രൂപ്പും എല്ലാം നിനക്കുണ്ടല്ലോ. നിന്നെപ്പോഴല്ല ഞാനും. എനിക്കങ്ങനെ ഇതൊന്നും താങ്ങാൻ പറ്റില്ല. എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞമ്മ പൊട്ടിച്ചിരിച്ചു. ഇതാണ് ചേച്ചിയുടെ കുഴപ്പം. ചേച്ചി നമ്മുടെ അച്ഛനും അമ്മയേക്കാൾ പഴഞ്ചനാണ്. ഇതുവരെ ചേച്ചിക്ക് നേരം എടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. പുള്ളിയുടെ സ്വഭാവം എന്തായാലും പുള്ളിയുടെ മോനെ കാണും. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ അവനെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി കാണും. ഇല്ലടാ മോനെ, പിന്നെ ചേച്ചി അവനൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്കെല്ലാം വിരൽത്തുമ്പിലുണ്ട്. ഇവനിപ്പം എത്ര പെണ്ണുങ്ങളുമായിട്ടുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞെന്ന് ചേച്ചി ഒന്ന് ചോദ്യം. അപ്പൻ്റെ അല്ലേ മോന്? കാണാനും മോശമല്ല, പല ഗുണങ്ങളും കാണും. എത്ര പെണ്ണുങ്ങൾ തോളെ കയറാൻ വന്നിട്ടുണ്ടെന്നും എത്ര കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും അവനല്ലേ അറിയൂ. ഇല്ലേ മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. എടാ, ഇവക്ക് വട്ടാണ്. ഇവള് പണ്ടേ മരം കയറിയാണ്. നിന്നെ കൂടെ ഉള്ളു പിഴപ്പിക്കും. അപ്പോഴേക്കും കുഞ്ഞമ്മ പറഞ്ഞു, പിന്നെ എന്ത് പിഴപ്പിക്കാനാണ്? എല്ലാം വരുമ്പോൾ തോന്നി തെറിച്ചിരിക്കുകയാണ്. ഞാനിതൊക്കെ പറഞ്ഞത് ഇനി ഭാവിയിലാണെങ്കിലും നമ്മൾ 3 പേരാണ് അവിടെ ജീവിക്കുന്നത്. എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. ഇവനിപ്പോൾ ജോലി കിട്ടി, ഉടനെ തന്നെ അവൻ്റെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് പറയണ്ടേ? അല്ലാതെ അങ്ങും ഇങ്ങും നോക്കാതെ അമ്മയാണ് പെങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. അത്തരം പഴഞ്ചൻ ചിന്താഗതിയൊക്കെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലത്തോടു കൂടി അവസാനിപ്പിച്ചു എന്ന് നമുക്ക് കരുതാം എന്ന് പറഞ്ഞ് കുഞ്ഞമ്മ എഴുന്നേറ്റ് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ മോനെ, നീ ഇത് കേട്ടിട്ട് ഒന്നും വിചാരിക്കരുത്. അവിടെ നാക്കിനെ എല്ലില്ലെന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ വെച്ചു. എന്നാലും അച്ഛനുമായിട്ടുള്ള ജീവിതം അമ്മയ്ക്ക് അത്ര രസകരമല്ലായിരുന്നു എന്ന്. എടാ, നിന്നോട് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അവൾ വേണമെങ്കിൽ പറയും. എനിക്ക് പറ്റില്ല. മനുഷ്യരെ വേദനിപ്പിക്കുന്നതിന് സ്വഭാവമുള്ള ആളായിരുന്നു അയാൾ. അയാളുടെ കൂടെ എനിക്ക് ഒട്ടും നല്ല ഓർമ്മകളില്ലടാ. എന്തായാലും ഞാൻ സഹിച്ചു നിന്നു. അയാൾ എന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. ഇവക്കൊന്നൊരു പ്രശ്നമില്ല. കാര്യം ആണുങ്ങൾ ക്യൂ നിൽക്കുകയല്ലേ, ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. വേദനയൊന്നും അവൾക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. നിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേണമെങ്കിൽ അയാളുടെ തോളിലും ഇവളെ കയറി കാണും. ഇവളൊരു ആവശ്യക്കാരിയാണ്. പണ്ടൊട്ടെ പറയുമായിരുന്നു, ചേച്ചിയുടെ ഭർത്താവ് നല്ല സുന്ദരനായിരുന്നു, ചേച്ചി ഇട്ടിട്ട് പോയല്ലോ, കഷ്ടമായി പോയെന്നും. ഇവക്ക് അന്ന് ഒരു നോട്ടം കാണും. ആർക്കറിയാം എന്താ നടന്നതെന്ന്? ഇവളുടെ ഹിസ്റ്ററി സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും അറിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, കൊമ്പനാന് വന്നാലും ഇവൾ അടങ്ങില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്തിനാണ് അമ്മ കുഞ്ഞു വിളിക്കുന്നിടത്തൊക്കെ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പരിങ്ങി. പിന്നെ അവൾ എൻ്റെ സഹോദരിയല്ലേ, അവൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, 2 വള്ളത്തിലും കൂടെ കാല് ചവിട്ടരുത്, അവസാനം കാല് അങ്ങ് കീറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ അമ്മ, ഒന്ന് പോടാ, അവൾ നാക്കിനില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ ഇനി എന്നെ വില കുറച്ച് കാണില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, വില കുറഞ്ഞാലും കൂടിയാലും എനിക്കൊന്നുമില്ല. കുഞ്ഞു പറഞ്ഞതാണ് ശരി. ഇനിയിപ്പോൾ ഞാൻ സദാചാരം ഒന്നും നോക്കുന്നില്ല. നീ ഇങ്ങനെ വഴിതെറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഉടനെ തന്നെ നിൻ്റെ കല്യാണം നോക്കും എന്ന് പറഞ്ഞാണ് അമ്മ കല്യാണാലോചന തുടങ്ങിയത്. കുഞ്ഞമ്മയും കൂട്ടുചേർന്നു. ഇവർ രണ്ടുപേരും കൂടി ഇടയ്ക്ക് അടിപിടി ഉണ്ടാക്കുമെങ്കിലും അടയും ചക്കരയുമാണല്ലോ. അങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത്. സാമ്പത്തികമായിട്ട് അത്ര വലിയ നിലയിലുള്ള പെൺകുട്ടിയൊന്നുമല്ല, പക്ഷേ IT പ്രൊഫഷണലാണ്. എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അവരുടെ ചോയ്സ് തെറ്റിയില്ല. കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടതിനേക്കാൾ 10 മടങ്ങ് സുന്ദരി. അപ്പോൾ പിന്നെ അവളെ കല്യാണം കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അവൾക്കാണെങ്കിൽ എന്നെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എടാ, പെണ്ണാണെങ്കിലും ഞാൻ പറയുകയാണ്, നിൻ്റെ ഭാര്യ ഒരു ചരക്കാണ്. ഇത്രയും നല്ല സുന്ദരിയെ നിനക്ക് കിട്ടിയതിന് നീ ഞങ്ങളോടും ദൈവത്തോടും നന്ദി പറയണം. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയണം, മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യണം. ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികൾ. അതിനിടയ്ക്ക് അനാവശ്യമായിട്ട് കുട്ടികളെ ഉണ്ടാക്കി അവളുടെ ബോഡി ഷിപ്പൊക്കെ മാറിയാലല്ലേ ഉള്ള രസമെല്ലാം അങ്ങ് പോകും. ആറിയ കഞ്ഞി പഴങ്ങിഞ്ഞി മതി വരുവോളം നീ ആസ്വദിക്കുക.
അത് കഴിഞ്ഞിട്ട് മതി കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ എന്ന് പറഞ്ഞു. എന്തായാലും കുഞ്ഞമ്മയുടെ സജഷൻസ് കൊള്ളാം. കുഞ്ഞമ്മയ്ക്ക് ഒരു കാര്യത്തിലും ഒരു നാണവുമില്ല, അടിച്ചു തെറ്റിയങ്ങ് പറയും. എന്തായാലും അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് കുറച്ച് സദാചാരമുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മരുമകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും കുഞ്ഞമ്മയും ഞങ്ങളും എല്ലാവരും കൂടെ അല്ലേ നല്ല സ്നേഹമാണ്. ഇതിനിടയ്ക്ക് കുഞ്ഞും പറഞ്ഞു, എന്തായാലും ഒരു കാര്യമുണ്ട്, ഇനി ചേച്ചിക്ക് ഒരു കല്യാണം ആലോചിക്കാമെന്നും. അപ്പം പറഞ്ഞു, ഏയ് എനിക്കിനി കല്യാണമൊന്നും വേണ്ട, ഞാൻ അവിടെ അടങ്ങി നിന്നോളാം, ഞാൻ വെറുതെ അവനോട് തമാശ കഥ പറഞ്ഞതാണെന്നും. അപ്പോൾ കുഞ്ഞമ്മ എടുത്ത വാക്കി പറയുകയാണ്, എങ്കിൽ പിന്നെ ചേച്ചി പണ്ടേ മോഹിച്ചതല്ലേ ഇവൻ്റെ കല്യാണം കഴിയുമ്പോൾ ഒന്ന് രസിക്കാമെന്ന്. അതിനെ പോലുള്ള അവസരം ചേച്ചിക്കില്ല. ചേച്ചി ഇങ്ങനെ അടക്കി പിടിച്ചാൽ അവസാനമില്ല ചേച്ചി, മരിക്കാറാകുമ്പോൾ അഗ്നിവ്രതം പൊട്ടി മരിച്ചു എന്ന് കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വായി തോന്നിയതൊക്കെ കുഞ്ഞമ്മ പറഞ്ഞു. ഞാനും ഭാര്യയും അമർത്തി ചിരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മ ഒരു ദിവസം ഞങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അപ്പുറത്തെ പറമ്പിൽ ഒരു വീട് വെച്ച് മാറട്ടെ എന്ന്. അപ്പോഴേക്കും അമ്മ ചാടി വീണു. എന്തിനാണ് നിനക്ക് വീട്? നിനക്ക് പ്രായം കുറേ ആയില്ലയോ? ഈ വീട് ഇത്രയും വിശാലമാണ്, ഇവിടെ ഇനിയും കിടക്കുന്നു 3 ബെഡ്റൂം വെറുതെ. നീ എന്തിനാണ് വേറെ വീട് വെച്ച് മാറുന്നത്? അല്ല ചേച്ചി, എനിക്കിപ്പം ഒരാൾ സെറ്റായിട്ടുണ്ട്. നീ ഇനി കല്യാണം കഴിക്കാൻ പോകണോ? ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല, ഔദ്യോഗികമായിട്ട് ഇനി ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല. എൻ്റെ ഭർത്താവിന് പെൻഷനുണ്ട്, അതൊന്നും മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നാലും ഭർത്താവ് പോലെ ഇടയ്ക്കെങ്കിലും വന്നു പോകുന്ന ഒരാൾ എനിക്ക് വേണം. പുള്ളിയുമായിട്ട് ഇപ്പോൾ ഞാൻ നല്ല സെറ്റായി. എവിടെ നടി, ഗ്രൂപ്പിലുള്ളവരാണോ എന്ന് ചോദിച്ചു. അപ്പോഴേ കുഞ്ഞു പറഞ്ഞു, അതെ ഞങ്ങളുടെ കൂട്ടായ്മയുള്ള ആളാണ് എന്ന് പറഞ്ഞ് അയാളുടെ ഫോട്ടോ കാണിച്ചു. മാഡം 10-45 വയസ്സുള്ള യോഗ്യനായ ഒരാൾ, അയാളെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അത്രയ്ക്കും കുഞ്ഞമ്മയ്ക്ക് ചേർന്ന ഒരാൾ. ഒരു 45 വയസ്സുള്ള ആൾക്ക് എത്രയും സൗന്ദര്യം കാണുമോ, എത്ര നമ്മൾ പ്രതീക്ഷിക്കുമോ അത്രയ്ക്കും ഫിറ്റായ ഒരു മനുഷ്യൻ. എന്തുകൊണ്ട് യോഗ്യൻ? പുള്ളിയുടെ ഭാര്യയും മരിച്ചുപോയതാണ്, കുട്ടികളില്ല. പുള്ളി കല്യാണം കഴിക്കാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. കുഞ്ഞമ്മയുമായിട്ട് ഒന്നടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. കുഞ്ഞമ്മയ്ക്കിനി വിവാഹം എന്നുള്ള ഒരു രജിസ്ട്രേഷനൊന്നും താല്പര്യമില്ല, അത് വേണ്ട. ലിവിങ് ടുഗദർ പോലെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലും അമ്മ മാത്രമേ ഉള്ളൂ. അവിടെയും ഇവിടെയായിട്ട് നിൽക്കാമോ എന്ന് പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടിയാണ് കുഞ്ഞമ്മ ആ ജീവിതത്തിലേക്ക് കടന്നത്. അയാളുടെ കൂടെ എല്ലാ ദിവസവും പോയി നിൽക്കില്ല, 1-2 ദിവസം അവരുടെ വീട്ടിൽ പോയി നിൽക്കും. അത് കഴിഞ്ഞ് ഇങ്ങി വരും. രാത്രി സമയങ്ങളിൽ അയാൾ ഇവിടെ വരും, അവരുടെ മുറിയിൽ കഴിയും. അങ്ങനെയാണ് പതുക്കെ പതുക്കെ ആ ഒരു സംഭവം വലിയ കാര്യമില്ലാതായി. പുള്ളിയോടെല്ലാം ഞങ്ങൾ ഇണങ്ങുകയും ചെയ്തു. വൈഫിന് ആദ്യമൊക്കെ ഇത്തിരി അമ്പരപ്പുണ്ടായിരുന്നു, പിന്നീട് ഞങ്ങളുമായിട്ട് സെറ്റായി. മാഡം ഒരു ദിവസം രാത്രി ഭയങ്കര വഴക്ക് കേട്ടാണ് ഞാനും ഭാര്യയും പുറത്തിറങ്ങി വന്നത്. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയും പാർട്ട്ണറും കൂടി അകത്ത് മുറിയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ ആ മുറിയുടെ അടുത്ത് പോയി നിന്നെന്നോ ഒളിഞ്ഞു നോക്കിയെന്നോ ഒക്കെയാണ് പറഞ്ഞത്. അത് കൈയോട് കൂടി കുഞ്ഞമ്മ പിടിച്ചത്രയും, 2 പേരും കൂടെ മുടിഞ്ഞ വഴക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു രാത്രിയിൽ ഞാൻ കോമൺ ബാത്റൂമിലേക്ക് പോയാണെന്നും. അപ്പോഴേക്കും കുഞ്ഞും പറഞ്ഞു, പിന്നെ കോമൺ ബാത്റൂം നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ബാത്ത് അറ്റാച്ച്ഡ് ഇല്ലേ, പിന്നെ എന്തിനാണ് കോമൺ ബാത്റൂമിൽ പോയത്? അതല്ല മോനെ, ഞാൻ സംശയം തോന്നി വന്ന് കഥക് തുറക്കുകയും ഇവർ കഥകിൽ ചാരി നിന്നപ്പോൾ അകത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. നിൻ്റെ അമ്മ ഒരു കള്ളിയാണ്, ഇവരിങ്ങനെ മോഹം പൂട്ടി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഇവരെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് രാത്രി ഭയങ്കര വഴക്ക്. എൻ്റെ ഭാര്യയ്ക്ക് അതിൽ ഇടപെടാൻ മടി. അവസാനം ഞാൻ സാന്ത്വനിപ്പിച്ചു. പുറത്തെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വലിയ പ്രശ്നമാണ്. 2 പേരും കൂടെ രാത്രി വൈകിയും വഴക്കും വെക്കാനൊക്കെ തുടങ്ങി. അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല മാഡം. രാവിലെ പുള്ളിക്കാരൻ അങ്ങ് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നപ്പോൾ ഞാൻ അമ്മയെ കുറ്റം പറഞ്ഞു, അമ്മ ചെയ്ത് ശരിയായില്ലെന്ന്. അമ്മ എപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ്, അവളെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നിന്നല്ല, എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം മതിലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞമ്മയെ പെട്ടെന്ന് അടുത്ത് നിന്നിട്ട്, സോറി ചേച്ചി, ഞാൻ വഴക്കുണ്ടാക്കിയത് ശരിയായില്ല, ഞാനും അത്ര നല്ലവളൊന്നുമല്ല, അങ്ങേരെ എൻ്റെ യഥാർത്ഥ ഭർത്താവുമല്ല, എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയ ആളാണ്. ചേച്ചി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എത്രയൊക്കെ പറഞ്ഞാലും ചേച്ചിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞമ്മേനോട് പറഞ്ഞു, മോനെ ഇടി മോളെ, ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും അയാൾ ഫ്രീ ആണ്, അമ്മ തനിച്ച് നിൽക്കുകയാണ്. എനിക്കിപ്പോൾ ആദ്യ സമയത്ത് വഴക്കുണ്ടാക്കണം തോന്നിയെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മയ്ക്കും അങ്ങേരൊരു നല്ല സുഹൃത്തായിരിക്കും. അങ്ങേര് അമ്മയുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ കണ്ണടച്ചാൽ മതി. ഈ വീട്ടിൽ നടക്കുന്നത് അല്ലെങ്കിൽ പുറത്താർക്ക് പറയുകയില്ലല്ലോ. അയാൾ എനിക്കും ചേച്ചിക്കും ഒരു തുണയായിക്കോട്ടെ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതെന്തായത്, വെള്ളരിക്കപ്പെടണമോ? ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ വീടൊരു കുത്തഴിഞ്ഞ് കൂടാരമാകുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു, എടാ സാരമില്ല, എനിക്കും ചേച്ചിക്കും ഒരാൾ, അതൊരു പ്രശ്നമില്ല.
പുള്ളി പാവമല്ലേ, നിനക്കറിയില്ലേ, ഞാനതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങളായി നിങ്ങളുടെ പാടായെന്ന് വിചാരിച്ചാൽ മതി. രാത്രി ഇവിടെ നടക്കുന്നത് ഇനിയിപ്പോൾ വഴക്കും വെക്കാനൊന്നുമില്ലാത്ത ഒരു സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരരങ്ങായിരിക്കും മോനെ എന്നുള്ള രീതിയിൽ കുഞ്ഞമ്മ പറഞ്ഞു. അമ്മ ആദ്യം വേണ്ടാടി, നിൻ്റെ ആളെയൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. സാരമില്ല ചേച്ചി, ചേച്ചി എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഒളിഞ്ഞു നോക്കി വീഴാൻ പോയതല്ലേ, ഒരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞു. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല മാഡം. അതിന് മൗനാനുവാദം കൊടുത്തു. എൻ്റെ ഭാര്യ ചോദിച്ചു, ചേട്ടാ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ശരിയാണോന്ന്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാണെന്ന്. പിന്നീട് അവളും മിണ്ടിയില്ല. അവളൊരു പാവം ടൈപ്പാണ് മാഡം. അങ്ങനെ അയാൾ ചില ദിവസങ്ങളിൽ കുഞ്ഞുമ്മയുടെ മുറിയിലായിരിക്കും, ചില ദിവസങ്ങളിൽ അമ്മയുടെ മുറിയിലായിരിക്കും. എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മയും തമ്മിലുള്ള വഴക്കും വക്കാണമൊക്കെ പോയി അയാൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ചിലപ്പോൾ പുറത്തു പോകും. ഇടവും വലവും രണ്ട് ഭാര്യമാരെ കൊണ്ട് അയാൾ വരുന്നത് കാണുമ്പോൾ നമുക്കും ആശ്ചര്യം തോന്നും. പിന്നീട് ഞാൻ ഓർത്തു, രണ്ടുപേർക്കും ഇഷ്ടമാണ്, അവരുടെ സൗകര്യമാണെങ്കിൽ ആ നടന്നോട്ടെ, നമുക്കെന്താ, കുറച്ചുകൂടെയൊക്കെ വിശാലമായിട്ട് ചിന്തിക്കാവുന്ന സിറ്റുവേഷനാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്ക് ജീവിതത്തിൽ ഇപ്പോഴെങ്കിലും സന്തോഷം കിട്ടിക്കോട്ടെ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് എന്ന് വിചാരിച്ച് ഞാൻ അതുമായി അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ ഭാര്യയാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളും വീട്ടിലിരുന്ന് എൻഗേജ്ഡ് ആണ്, ഞാനും എൻഗേജ്ഡ് ആണ്. എങ്കിലും 7 മണിക്ക് മുമ്പ് എല്ലാവരും വീട്ടിൽ വന്നിരിക്കും മാഡം. അങ്ങനെ ഒരു കാര്യമുണ്ട്. എല്ലാവരും കൂടെ പിന്നീട് പുറത്തും പോകും. പക്ഷേ ഭാര്യയുടെ മൊബൈലൊന്നും ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല. യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ എടുത്ത് ചെക്ക് ചെയ്തതാണ്. അതാണ് ഈ ഒരു ഇമെയിലിൻ്റെ ആധാരം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ എൻ്റെ കുഞ്ഞമ്മ തന്നെ എൻ്റെ ഭാര്യയുടെ വാട്സാപ്പിലേക്ക് ധാരാളം ചിത്രങ്ങൾ, പ്രത്യേകിച്ച് അയാളുടെ പടങ്ങളും കുഞ്ഞമ്മയും അയാളും തമ്മിലുള്ള ചില ദൃശ്യങ്ങളും അയച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അയാളെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്ത് അത് വർണ്ണിച്ചുകൊണ്ട്, മോളെ നിൻ്റെ ഭർത്താവിനേക്കാൾ കൊള്ളാമോന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ, കൊള്ളാം കുഞ്ഞമ്മേ, കൊള്ളാം, ഹസ്ബൻഡ് ഇത്രയില്ല കുഞ്ഞമ്മേ. അതെനിക്കറിയാം മോളെ, അവനെ കണ്ടാൽ അറിയാമല്ലോ, എനിക്ക് അനുഭവമില്ലെങ്കിലും ഓക്കെ. അപ്പോൾ എൻ്റെ ഭാര്യ പറയണം, അത് സാരമില്ല, കുഞ്ഞമ്മക്ക് വേണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം. ഇത്രയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താവ് സമ്മതിക്കും. കുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യാമോ, അങ്ങേരുമായിട്ട് എനിക്കൊരു സംഗമരാഗം മീട്ടാനുള്ള അവസരം ഒപ്പിച്ചു തരണം. എന്നിട്ട് കുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യേ, കുഞ്ഞമ്മയുടെ കൊച്ചുമകനെ കുഞ്ഞമ്മയും ഒന്ന് രുചി നോക്കൂ, കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാകുമെന്ന്. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, ഇങ്ങനെക്കാളൊന്നും അത്ര മെച്ചമല്ല അവൻ, എന്നാലും അവൻ്റെ മസിലൊക്കെ നല്ലതല്ലേ മോളെന്ന്. അപ്പോൾ ഭാര്യ പറയുകയാണ്, അതൊക്കെ ഓക്കെയാണ് കുഞ്ഞമ്മേ, പ്രശ്നമൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ പാടിൻ്റെ അത്രയും എൻ്റെ ഹസ്ബൻഡ് ഒത്തുവരില്ല. അതുകൊണ്ട് കുഞ്ഞമ്മ തന്നെ ഈ കടലിൽ ഒന്ന് കായം കലക്കണം. കുഞ്ഞമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ ഭർത്താവ് റെഡിയാകും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ വളരെ നല്ലവളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നീ പേടിക്കണ്ടാടി. പിന്നെ ചേച്ചി ഉണ്ടൂടെ, ചേച്ചിയും ഒന്നിനും അങ്ങോട്ട് സമ്മതിക്കില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മതിലുകളെല്ലാം അങ്ങ് തകർക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ കുലം കുത്തി അങ്ങ് ഒഴുകണം മോളെ. അതുമാത്രമല്ല ചേച്ചിക്കും ചില അവസരങ്ങൾ വേണ്ടേ മോളെ, അതൊക്കെ വേണോ, റിസ്ക് അല്ലേ കുഞ്ഞമ്മേ. കുഞ്ഞമ്മയാണേലും അമ്മയാണേലും ഒരുവല്ലോ മോളെ. നമുക്കിനി ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ലടി, ഇവിടെ നമുക്ക് പർദീസയാക്കി മാറ്റണം എന്നുള്ള രീതിയിലാണ് രണ്ടുപേരുടെയും ചർച്ച. ഇതറിഞ്ഞത് മുതൽ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് ഇത് സംസാരിച്ചിട്ടില്ല. എനിക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല മാഡം. ഒത്തിരി ടെൻഷൻ ആയതുകൊണ്ടാണ് മാഡത്തിന് ഞാൻ ഇമെയിൽ അയച്ചത്. സത്യം പറഞ്ഞാൽ കുഞ്ഞമ്മ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ മുന്നോട്ട് പോവുകയാണ്. കാര്യം കുഞ്ഞമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്ന നിയന്ത്രണങ്ങളോ സദാചാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി വേണ്ടെന്നാണ് മനസ്സിൽ. ഒരു പ്രശ്നവുമില്ല, അവിടെ ശരിക്കും ഒരു പർദീസയായിട്ട് ഇങ്ങനെ നടക്കണം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കണക്ട് ചെയ്ത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദാചാരവുമില്ലാത്ത വലിയൊരു കുളമാക്കണമെന്നാണ് കുഞ്ഞമ്മയുടെ ആഗ്രഹം. അതവരുടെ ക്രേസി ആയിട്ടുള്ളൊരു തോട്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് ആകെ ഇളക്കം പൂടി നിൽക്കുകയാണ്. സാധാരണക്കാരിയായ നിങ്ങളുടെ ഭാര്യ വരെ മോഹിപ്പിച്ചു. അപ്പോൾ ആ സ്ത്രീ ഓർത്ത് കാണും, എന്തായാലും എൻ്റെ വീട്ടിലെ പോലെയോ ഞാൻ കണ്ടു വളർന്ന പോലെ ഒന്നുമല്ല, ഇവിടെ എന്തും നടക്കും. കുഞ്ഞമ്മ തന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതും കിട്ടും ഇതും കിട്ടും, എന്തെങ്കിലും നടന്നോട്ടെ, എനിക്കും കിട്ടണ രസം എന്നേ അവരും വിചാരിക്കുള്ളൂ. ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഒന്നുകിൽ നിങ്ങൾ ഈ സംഭവങ്ങൾ ഭാര്യയോടും കുഞ്ഞമ്മയോടും അമ്മയോടും എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്യുക. ഞാനും ഭാര്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കാനാണ് താല്പര്യം. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അയക്കൂ, പക്ഷേ ഇതിലേക്ക് ഞാൻ കലരാനോ ചേരാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക. ശക്തമായി പറഞ്ഞ് ഇതവിടെ
താക്കീത് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക. അല്ലെങ്കിൽ ഭാര്യയെ വിളിച്ചുകൊണ്ട് നല്ലൊരു പെൺകുട്ടിയുടെ മനസ്സ് മാറ്റുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി നിങ്ങളുടെ ജീവിതം നോക്കി ജീവിക്കുക. ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്, ആൺതുണയുമുണ്ട്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്ന് കരുതുക. അതല്ലാതെ ഈ കാര്യത്തിലേക്ക് എടുത്തു ചാടാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കറങ്ങും എന്നുള്ളതല്ലാതെ ആദ്യത്തെ 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും നോക്കി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താനാണ് എൻ്റെ സജഷൻ.